ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ 3 ആൾ ഇവിടെ ഉണ്ട്. ബാക്കിയെല്ലാവരും വേറെ റൂമിലാണ്. ഒരാളെ ഓരോ റൂമിലിട്ട് പൂട്ടിയിട്ടേ. മ്യാൻമറിൽ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ തടവിൽ കഴിയുന്ന മലയാളി യുവാക്കളുടെ ദൃശ്യങ്ങളാണിത്. അവർ തന്നെ പകർത്തി മാതൃഭൂമി ന്യൂസിന് അയച്ചു നൽകുകയായിരുന്നു. കാസർഗോഡ് സ്വദേശി മസൂദ് അലിയാണ് ഫോണിൽ മാതൃഭൂമി ന്യൂസിനെ ബന്ധപ്പെട്ട് കൊടിയ പീഡനത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. 3 കാസർഗോഡ് സ്വദേശികളും കൊല്ലം സ്വദേശിയും തിരുവനന്തപുരം സ്വദേശിയുമാണ് തടവിൽ കഴിയുന്നത്. ഇതിൽ കൊല്ലം സ്വദേശി ജിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് മസൂദ് പറയുന്നു. ഇയാൾ തടവിലാക്കിയവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതോടെയാണ് മറ്റുള്ളവർ രക്ഷപ്പെടാനുള്ള വഴി തേടിയത്. ഇവരെ കൂടാതെ 42 ഉത്തരേന്ത്യൻ യുവാക്കളുമുണ്ട്. ഓസ്ട്രേലിയയിലും UK-യിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് റിക്രൂട്ട്മെന്റ് സംഘത്തെ ഇവർ ബന്ധപ്പെട്ടത്. ബാങ്കോക്കിൽ പരിശീലനത്തിനെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പരിശീലനം കഴിഞ്ഞ് UK-യിലേക്കടക്കം എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇവരെ എത്തിച്ചത് മ്യാൻമറിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ തടവറയിൽ. പലയാളും പല രീതിയിലേക്കാണ് ഇവിടത്തേക്ക് വന്നത്. പലയാള് ഫുഡ് പാക്കിങ്, പലയാള് ഓസ്ട്രേലിയയിൽ നിന്നിട്ട് വന്നു. പലയാള് അതിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് വേറെ റൂമിലിട്ടിട്ട് നല്ലോണം തല്ലും. ഫുഡൊന്നും ഇല്ലാണ്ട് ഒരാഴ്ചത്തോളം ഒരു കൊല്ലം സ്വദേശി ഉണ്ടായിരുന്നു, ജിഷ്ണു PS നട്ട്. ഒരുപാട് ഉപദ്രവിച്ചു. അവനിപ്പോൾ 2 ദിവസമായിട്ട് മിസ്സിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക്. ഇന്ത്യൻ എംബസിയിൽ യുവാക്കൾ ബന്ധപ്പെട്ടിരുന്നു. ഫലമുണ്ടായില്ല. തുടർന്ന് KC വേണുഗോപാൽ MPയെ വിവരങ്ങൾ ധരിപ്പിച്ചു. യുവാക്കളുടെ മോചനത്തിനായി KC വേണുഗോപാൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉടനുണ്ടായില്ലെങ്കിൽ ജീവന് ഭീഷണിയുണ്ടെന്നാണ് യുവാക്കൾ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.